നമുക്ക് വിരൽ ചൂണ്ടി കാണിക്കാൻ പറ്റുന്ന ഡേറ്റോ സമയമോ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡു യു തിങ്ക് സംതിങ് വിൽ ബി ദേർ ഫോർ ദ ഫോർ? യെസ്. ക്ലോക്ക് നമുക്ക് പറയാൻ പറ്റുമോ? ക്ലോക്കിൽ പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ കലണ്ടറിൽ പറയാൻ പറ്റുമോ? ഇല്ല. ക്ലോക്കിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല എന്ന് ജസ്റ്റ് പറയുന്നു. കലണ്ടറിലോ? അത്രയേ ഉള്ളൂ. ഇത് തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 2 minutes വേണ്ട, വേറെ ഒന്നും വേണ്ട. കുറച്ച് എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ച് നീണ്ടുപോയത് അല്ലേ? നമ്മൾ തുടക്കത്തിൽ പറയാണ് സിൻസ് എന്ന് പറയുന്നതിന്റെ മുകളിലുള്ള ഡോട്ട് മാത്രം ഓർത്താൽ മതി. ഹായ് എവരിവൺ, വാട്ട്സ് അപ്പ്? വെൽക്കം ബാക്ക് ടു ഫ്ലോ ആൻഡ് നൗ ഹാപ്പി ലേണിംഗ്. ഇന്ന് എന്റെ കൂടെ ജസ്റ്റിൻ ഉണ്ട്. ഹായ് ജസ്റ്റിൻ, വെൽക്കം. താങ്ക് യു. അതുപോലെ ജസ്റ്റിനെ പോലെ തന്നെ ഇന്ന് യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ ഒരു ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. 2 സെന്റൻസുകൾ ഞാൻ പറയുന്നതായിരിക്കും. ആ സെന്റൻസുകൾ പറയുമ്പോൾ നിങ്ങൾ പറയണം എന്തിനെ പറ്റിയാണ് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നതെന്ന്. ജസ്റ്റിൻ, are you ready? Yes. Yes, the first one is Jack has been working here for 6 months, right? And just read the second one. Jack has been working here since April. Then there you can find out that one it is for and another one it is since, right Jashwin? Yes. ഇതിന്റെ ഡിഫറൻസ് എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇടയ്ക്ക് തെറ്റിപ്പോയി. So let's find out today what the difference. എക്സാം ബേസിൽ ആണെങ്കിലും നിങ്ങൾ സംസാരിക്കുന്ന സമയത്താണെങ്കിലും ഇത് എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പല കുട്ടികൾക്കും ഉള്ള ഒരു ടെൻഷനാണ്. ആ ടെൻഷൻ ഇന്ന് within 2 minutes ഞാൻ നിങ്ങളുടെ ടെൻഷൻ മാറ്റി തരും. ജസ്വിൻ, are you ready for that? Yes. ജസ്റ്റിന് മനസ്സിലാവുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഈ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിൻസ് ആൻഡ് ഫോർ. സിൻസും ഫോറും എവിടെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണുന്നത്. സോ ഫസ്റ്റ് വൺ വി ആർ ഗോയിങ് ടു ലുക്ക് ദ സിൻസ്. ഓക്കെ ജസ്വിൻ? Yes. Okay. Okay. Could you please read Jashwin the first sentence louder? She has known her friend since January. She has known her friend since January, right? The second one, next sentence. He has worked at the factory since Monday. Okay, since Monday. Come on. He has been collecting stamps since Valentine's Day. Yes, since Valentine's Day. We How have you listen here? Just listen here. She has known her friend since January. First one is January, and second one Monday, and the third one Valentine's Day. Valentine's Day. ഇതിന് എന്തെങ്കിലും കണക്ഷൻ കാണിക്കാൻ സാധിക്കുന്നുണ്ടോ? Days ആണ്. Days ആണ്. സ്പെസിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമുക്ക് വിരൽ ചൂണ്ടി, നമ്മുടെ ഈ ചൂണ്ടുവിരൽ ചൂണ്ടി വിരൽ സ്പെസിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഈ ഡേറ്റിനെ സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നില്ല. ജനുവരി എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നുണ്ടോ? ജനുവരി എന്ന് പറയുമ്പോൾ ഇല്ല, എവിടെയും ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നില്ല. മൺഡേ എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. ഇല്ല എന്നാണ് ജസ്റ്റിൻ പറയുന്നത്. ബട്ട് ഐ സേ ദാറ്റ് യെസ്. ഇപ്പൊ നോക്കിക്കേ, കാണുന്നുണ്ടോ? നോക്കിക്കേ, ഒരു കലണ്ടർ കാണുന്നുണ്ട് അല്ലെ? കലണ്ടറിൽ നമുക്ക് ജനുവരി ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നില്ലേ? ഉണ്ട്, ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നുണ്ട്. മൺഡേ എന്ന് പറയുമ്പോൾ കലണ്ടറിൽ നമുക്കൊരു വിരൽ ചൂണ്ടി ഇങ്ങനെ തൊട്ട് കാണിക്കാൻ സാധിക്കുന്നില്ലേ? ഉണ്ട്, സാധിക്കുന്നുണ്ട്. വാലന്റൈൻസ് ഡേ എന്ന് പറയുമ്പോൾ കാണിക്കാൻ സാധിക്കുമോ? ഉണ്ട്, കാണിക്കാൻ സാധിക്കും അല്ലെ? ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞാലും ആ ഡേറ്റ് ഉണ്ട്, ആ ദിവസം കലണ്ടറിലുണ്ട്, നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പൊ ജസ്റ്റ് കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ച് വിരൽ ഇങ്ങനെ നീട്ടിപ്പിടിക്ക്. അങ്ങനെ നീട്ടിപ്പിടിക്കുമ്പോൾ ഇതാണ് എന്ത്? സിൻസ്. എന്താണ്? സിൻസ്. നമുക്ക് കൈ നീട്ടി ചൂണ്ടി കാണിക്കാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് എന്ത് ഉപയോഗിക്കാം? സിൻസ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ നോക്കിയോ, ജനുവരി ഉണ്ട്, മൺഡേ ഉണ്ട്, വാലന്റൈൻസ് ഡേ ഉണ്ട്, ക്രിസ്മസ്, ഓണം, any of the festivals. Could you please tell me some of the festivals very fast? Christmas, Christmas, Easter, Vishu, Eid, right? Yes. Yeah, all these festivals can we point out? ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? Yes. കാണിക്കാൻ സാധിക്കും. കലണ്ടറിൽ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അതിനെല്ലാം നമ്മൾ ഏതാണ് ഉപയോഗിക്കേണ്ടത്? സിൻസ് ആണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ, could you please read? We have been swimming since 3 p.m. We have been swimming since 3 p.m. ഈ 3 p.m. നമുക്ക് എവിടെയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നുണ്ടോ? Yes. കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം നെക്സ്റ്റ് എക്സാമ്പിൾ. Could you please read the next example? She has been studying since 9 o'clock. She has been studying since 9 o'clock, right? Can you point out those in anywhere? Yes. Where? Tell me where. In the clock. In the clock. Yes. ക്ലോക്കില് നമുക്ക് എന്ത് പറയാം? 9 മണി എന്ന് ചൂണ്ടിക്കാണിക്കാം. ക്ലോക്കിൽ നമുക്ക് 8 മണി എന്ന് ചൂണ്ടിക്കാണിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ 10:10 എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാം.
നമുക്കൊരു സ്പെസിഫിക് ടൈം ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന സെന്റൻസിൽ എന്ത് ഉപയോഗിക്കാം? നമുക്ക് Since. സിൻസ് ഉപയോഗിക്കാം. മനസ്സിലായോ? Yes. സിമ്പിൾ ആയിട്ട് മനസ്സിലായോ? Yes. എന്താണ് സിൻസ് എന്ന് പറയുന്നത്? ഏതൊക്കെ സെന്റൻസിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? നമുക്ക് വിരൽ ചൂണ്ടി കാണിക്കാൻ പറ്റുന്ന ഡേറ്റോ സമയമോ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? Since. അത് സിൻസ് എന്ന് പറയാം. എക്സാമ്പിൾ കണ്ടുകൊണ്ട് മനസ്സിലാക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ ടോൾഡ് യു ദാറ്റ് യു ക്യാൻ ജസ്റ്റ് പോയിന്റ് ഔട്ട് ദാറ്റ് സ്പെസിഫൈ, എന്തെങ്കിലും സ്പെസിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ സിൻസ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ കലണ്ടർ പറഞ്ഞു, ദെൻ ക്ലോക്ക് പറഞ്ഞു, ദെൻ അതിനെ നമ്മൾ പറയുന്നത് സ്പെസിഫൈ ചെയ്യാണ്. ദെൻ കംസ് എ ഗ്രാഫ് വന്നിട്ടുണ്ട്. ആ ഗ്രാഫ് നോക്കി എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്? It's very clearly mentioned. We use since plus start of a period. ഏതെങ്കിലും ഒരു സമയത്തിന്റെ തുടക്കമായിരിക്കും നമ്മൾ സിൻസിൽ പറയുന്നത്, അല്ലെ? സിൻസ് 8 o'clock സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് 8 o'clock എന്ന് പറയുന്ന ക്ലോക്കിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ലേ? Yes. കാണിക്കാൻ സാധിക്കും. 8 o'clock എന്ന് പറയുന്നത് നമുക്ക് ക്ലോക്കിൽ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അപ്പൊ നമ്മുടെ സിൻസ് എന്ന് പറയുന്നതിന്റെ പ്രയോഗം ഒരു സമയം മുതൽ, ഒരു പ്രത്യേക സമയം മുതൽ ഇപ്പോൾ വരെയുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സിൻസ് ഉപയോഗിക്കുന്നത്. ഒരു സ്റ്റാർട്ടിംഗ് ടൈം ഉണ്ടാകും. ഇനിയും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ വാവ്, നോക്കിയേ, സിൻസിന്റെ മുകളിൽ ഒരു വലിയ റൗണ്ട് കണ്ടോ? ഒരു പോയിന്റ് കണ്ടോ? വാട്ട് ഈസ് ദാറ്റ് പോയിന്റ്? സിൻസിന്റെ ഐയുടെ മുകളിൽ ഇടുന്ന ഡോട്ട് ഇല്ലേ? ഐയുടെ മുകളിൽ ഡോട്ട് ഇല്ലേ? ആ ഡോട്ട് ഓർത്തേച്ചാൽ മതി. എന്താണ്? സ്റ്റാർട്ടിംഗ് പോയിന്റ്. നമുക്കൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കണം? വി വാണ്ട് ടു യൂസ് സിൻസ്. ഐഡിയാസ് ആണ് ഇത്, വേറെ എവിടെയും നിങ്ങൾക്ക് ലഭിക്കില്ല. ഇതേപോലെ വ്യത്യസ്തമായ ഐഡിയാസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും യൂട്യൂബ് ചാനൽ കാണുന്നതിന്റെ താഴെ നിങ്ങൾ പറയണം. ഇതുപോലെ തന്നെ പല എക്സാമ്പിളും നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾ ഇന്ന് തന്നെ കമന്റ് ചെയ്യണം. ഓക്കെ, സോ സിൻസ് എന്ന് പറയുന്നതിന്റെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ, ഓർത്തിരിക്കാൻ വേണ്ടി വേറെ സെന്റൻസുകൾ ഒന്നും ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് റിമെമ്പർ, ഇങ്ങനെ സ്പെസിഫൈ ചെയ്യുന്ന, കൈ ചൂണ്ടുന്നത്, കലണ്ടർ ഉണ്ട്, ക്ലോക്ക് ഉണ്ട്, പിന്നെ ആ ഗ്രാഫ് നോക്കി കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ടൈം ഉണ്ട്, ദെൻ സിൻസ്. വേറെ ഒന്നുമില്ലെങ്കിൽ ഈസി ആയിട്ട് ഓർക്കാൻ സിൻസിന്റെ മുകളിലെ ഡോട്ട് ഓർത്തേച്ചാൽ മതി. എന്താണ്? സ്റ്റാർട്ടിംഗ് പോയിന്റ്. ചെറിയ എക്സാമ്പിൾ കൂടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാകും സിൻസ് എവിടേക്കാണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ പറഞ്ഞു, സ്പെസിഫൈ ചെയ്യുന്നു, ക്ലോക്കിൽ കാണുന്നു, കലണ്ടറിൽ കാണുന്നു. ദെൻ എക്സാമ്പിൾ 10 മണി എന്ന് പറയുന്നത് ക്ലോക്കിൽ കാണത്തില്ലേ? യെസ്. 10 o'clock, 10 PM എന്നൊക്കെ പറയും. ദെൻ നോക്കിക്കേ, 5th May, സൺഡേ, ഫ്രൈഡേ. അടുത്ത എന്താണ്? ജനുവരി, ജൂൺ. ഇതെല്ലാം എവിടെ കാണാൻ സാധിക്കും? കലണ്ടറിൽ കാണാൻ സാധിക്കും. അപ്പൊ ഇതിനു മുമ്പൊക്കെ എന്ത് വേണം? We want to use since. ഓക്കെ, ഇതൊന്നും ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ബൈഹാർട്ട് ചെയ്യേ വേണ്ട. നമ്മൾ ഓർത്തിരിക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. 10 മണി എന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. 5th May എന്ന് പറഞ്ഞാൽ കലണ്ടറിൽ കാണിക്കാൻ സാധിക്കും. സൺഡേ എന്നോ ഫ്രൈഡേ എന്നോ ജനുവരി എന്നോ ജൂൺ എന്നോ എന്ത് പറഞ്ഞാലും നമുക്ക് അതിന് എന്ത് ചെയ്യാൻ കാണിക്കും? നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ സാധിക്കും. ദെൻ ക്രിസ്മസ്, ഓണം, ഇതെല്ലാം നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ സാധിക്കില്ലേ ജസ്വിനെ? സാധിക്കും. ദെൻ നെക്സ്റ്റ് വൺ 2020, 2024 വർഷം പറഞ്ഞാൽ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ലേ? യെസ്. ചൈൽഡ്ഹുഡ്, ലഞ്ച് ടൈം എന്ന് പറയുന്നതും ഇതിന്റെ അടിയിൽ തന്നെ വരുന്നതാണ്. നമ്മുടെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നതും ലഞ്ച് ടൈം, ബെഡ് ടൈം, ദെൻ ബ്രേക്ക്ഫാസ്റ്റ് ടൈം, ഇതെല്ലാം പറയുമ്പോൾ സിൻസ് ആണ് അതിന്റെ മുൻപിൽ ഉപയോഗിക്കേണ്ടത്. ഇതിൽ നിന്ന് ചില വ്യത്യസ്തമായിട്ടൊരു സ്ഥാനം വന്നിരിക്കുന്നത് ഈ സിൻസിന്റെ കൂടെ നോക്കിക്കേ, നമ്മൾ ഇതും കൂടി സിൻസിന്റെ കൂടി ആയിരിക്കും ഉപയോഗിക്കുന്നത്. അതായത് മോർണിംഗ്, നൂൺ, ആഫ്റ്റർനൂൺ, ഈവനിങ്, നൈറ്റ് എന്ന് പറയുന്നതും സിൻസിന്റെ കൂടി ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷിന്റെ ഒരു പ്രത്യേകത ഇതാണ് കേട്ടോ. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെ റൂൾ ഉണ്ടാക്കിയാലും ആ റൂളിന് കുറച്ച് പുറത്ത് നിൽക്കുന്ന ഒരു സാധനം ഉണ്ടാവും. എക്സെപ്ഷൻ കേസസ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ലേ? ജസ്റ്റ് കേട്ടിട്ടില്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യൂട്യൂബിൽ കാണുന്ന, വാച്ച് ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്ത് ഇംഗ്ലീഷിൽ നമ്മൾ ഏതൊക്കെ നിയമം ഉണ്ടാക്കിയാലും അതിന്റെ പുറത്ത് നിൽക്കുന്ന ചെറിയൊരു കാര്യം ഉണ്ടാവും, എക്സെപ്ഷണൽ കേസുകൾ ഉണ്ടാവും. അങ്ങനെ വന്നതാണ് ഈ മോർണിംഗ്, നൂൺ, ആഫ്റ്റർനൂൺ, ഈവനിങ്, നൈറ്റ് എന്ന് പറയുന്നതിന് മുമ്പും എന്തായിരിക്കും? സിൻസ് ആയിരിക്കും വരുന്നത്. സോ ഈസിലി യു ക്യാൻ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് സിൻസ് എന്ന് പറയുന്ന സെന്റൻസിലെ വേറെ ഒരു നിയമവും നിങ്ങൾ പഠിക്കേണ്ട. യു ജസ്റ്റ് റിമെമ്പർ ദീസ് ഇമേജസ്. ഈ ഇമേജസുകൾ മാത്രം ഓർത്തിരിക്കുക. ദെൻ വി മൂവ് ടു 4. അപ്പൊ 4 എന്ന് പറയുമ്പോൾ ഇതേപോലെ ഏതെങ്കിലും ഒരു പ്രോസസ് ഉണ്ടാവോ ജസ്റ്റിനെ? ഡു യു തിങ്ക് സംതിങ് വിൽ ബി ദേർ ഫോർ ദ 4? യെസ്. ക്ലോക്ക് നമുക്ക് പറയാൻ പറ്റുമോ? ക്ലോക്കിൽ പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ കലണ്ടറിൽ പറയാൻ പറ്റുമോ? ഇല്ല. ക്ലോക്കിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല എന്ന് ജസ്റ്റ് പറയുന്നു. കലണ്ടറിലോ?
No. No. Then let's see one example. Or example വായിക്കും തരാം. Just read it louder. They have watched a movie for 1 hour. They have watched a movie for 1 hour. Right? Yes. Then next one. We have stayed at grandma's house for the weekend. Stayed for the weekend. They have been married for 10 years. They have been married for 10 years. 10 years. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? വൺ മോർ എക്സാമ്പിൾ ഉണ്ട്. വായിച്ചേ, ആ എക്സാമ്പിൾ വായിച്ചേ. I haven't been to a party for ages. For ages. ഇതിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? നമുക്ക് നോക്കാം. 1 hour. 1 hour എന്ന് പറയുന്നത് നമ്മുടെ ക്ലോക്കിൽ കാണിക്കാൻ സാധിക്കുന്നുണ്ടോ നോക്കിക്കേ. 1 hour എന്ന് പറയുന്നത് ക്ലോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. കാണാൻ സാധിക്കുന്നില്ല. എനിക്ക് 1 hour കാണിക്കാൻ പറ്റില്ല. കാണിക്കാൻ പറ്റും, പക്ഷെ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ 1 hour എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ വിചാരിക്കുന്നു ക്ലോക്ക് ഇവിടെ ഉള്ളത് 10:10 ദെൻ ഇവിടെ വന്ന് ഈ ക്ലോക്ക് ഇങ്ങനെ കറങ്ങി 11:10 ആവുമ്പോ എന്തായി? 1 hour. 1 hour എനിക്ക് കാണിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? Yes. പക്ഷെ ഞാൻ കാണിക്കുന്ന സമയം ആയിരിക്കണോ ജേഷുവിൻ കാണിക്കുന്നത്? ജേഷുവിൻ ഇപ്പൊ ഒരു 6 മണിന്റെ ക്ലോക്കാണ് നോക്കിയത്. എന്നിട്ട് ജേഷുവിൻ ഇപ്പൊ എന്ത് പറയും? 1 മണിക്കൂർ കഴിയുമ്പോൾ എന്ത് പറയും? 7 മണി എന്ന് പറയും. അവിടെ സ്പെസിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല, സ്പെസിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഏത് സമയം കാണിക്കാം? ഡ്യൂറേഷൻ എനിക്ക് വേണമെങ്കിൽ ആ 1 hour എന്ന് പറയുന്നത് 8 to 9 ആകാം അല്ലെ, 9 to 10 ആകാം. എനി ടൈം ക്ലോക്കിൽ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ സാധിക്കില്ല. ലെറ്റ്സ് സീ ഫോർ ദ വീക്കെൻഡ്. കലണ്ടർ എടുത്തു, വീക്കെൻഡ്. ഈ വീക്കെൻഡില് സാറ്റർഡേ സൺഡേ ഞാനൊരു ഫസ്റ്റ് വീക്ക് എടുത്തു. ജയിച്ചു വേണമെങ്കിൽ ചിലപ്പോൾ സെക്കൻഡ് വീക്കോ തേർഡ് വീക്കോ എടുക്കുവാണെങ്കിൽ സ്പെസിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല, നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലെ. അപ്പം എന്തോ ഒരു ഡിഫറൻസ് ഉണ്ട്. ആദ്യം നമ്മൾ തിരിച്ചു പറഞ്ഞപ്പോൾ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നു, ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. പക്ഷെ ഇവിടെ നമുക്ക് ക്ലോക്കിലോ അല്ലെങ്കിൽ കലണ്ടറിലോ കറക്റ്റ് ആയിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നില്ല അല്ലെ. ഇതിന് എന്താണ് നമ്മൾ പറയുന്നത് നമുക്ക് നോക്കാം. ജസ്റ്റ് ലുക്ക്. നമ്മുടെ കൈ ഇങ്ങനെ പിടിക്കണം. അപ്പൊ എന്താ കാണുന്നേ? കൈ ഇങ്ങനെ പിടിക്കുമ്പോൾ എന്താണ് അതിനർത്ഥം? ഡ്യൂറേഷൻ. 4 എന്ന് പറയുമ്പോ ഡ്യൂറേഷൻ. സിൻസ് എന്ന് പറയുമ്പോൾ കൈ നമ്മൾ ചൂണ്ടുന്നു. 4 എന്ന് പറയുമ്പോൾ കൈ ഇങ്ങനെ സ്പേസ് ഇട്ട് പിടിക്കുന്നു. അതാണ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് അതിന്റെ ഡിഫറൻസ്? സിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫൈ, 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂറേഷൻ. ഡിഫറൻസ് മനസ്സിലായോ? ലെറ്റ്സ് ചെക്ക് നെക്സ്റ്റ് വൺ. ഏതൊക്കെയാണ് ഡ്യൂറേഷൻ? ജസ്റ്റ് റീഡ് ജസ്വിൻ ലൗഡർ. minutes. For minutes, like for minutes, hours. For hours, For a long time. Okay. For 5 days. Yeah. For a week. Yes. For months. Okay. For years. Yes. For ages. ഇതെല്ലാം എന്താണ്? ഒരു ഡ്യൂറേഷൻ ആണ് അല്ലെ. നെക്സ്റ്റ് എക്സാമ്പിൾ വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. Just look at the graph. ഗ്രാഫിൽ എന്താ കൊടുത്തിരിക്കുന്നത്? We use 4 plus a period of time. മറ്റെന്താന്ന് പറഞ്ഞേ? എ സ്റ്റാർട്ടിംഗ് ടൈം ആയിരുന്നു അല്ലെ. ഇതെന്ന് പറയുന്നത് Period of time. ഡ്യൂറേഷൻ, എ ഗ്യാപ്പ് ഉണ്ട് ഇയേഴ്സില്. നോക്കിയേ, ഇവിടെ സ്റ്റാർട്ടിംഗ് ടൈം കൊടുത്തിട്ടുണ്ടോ നോക്കിക്കേ. ഫോർ 2 hours എന്നല്ല കൊടുത്തിരിക്കുന്നത്. സ്റ്റാർട്ടിംഗ് ടൈം കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അറ്റ് 8 o'clock 7 o'clock 6 o'clock കൊടുത്തിട്ടുണ്ടോ? ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിന് 2 മണിക്കൂറായി അല്ലെ. ഫോർ 2 hours. ഈ പ്രസന്റിൽ മാത്രമുള്ള കാര്യം കണക്ട് ചെയ്യുന്നുള്ളൂ. അതിനു മുമ്പ് 2 മണിക്കൂർ ഡ്യൂറേഷൻ. അതിൽ എന്ത് പറയുന്നില്ല? സ്റ്റാർട്ടിംഗ് ടൈം പറയുന്നില്ല. അപ്പൊ നിങ്ങൾ ഈസി ആയിട്ട് മനസ്സിലാക്കേണ്ട ഇത്ര കാര്യം മാത്രമേ ഉള്ളൂ. സിൻസ് എന്ന് പറയുമ്പോൾ വാവ് കൈ ചൂണ്ടുക. 4 എന്ന് പറയുമ്പോൾ മേക്ക് ഇറ്റ് ഷോർട്ട്, ഡ്യൂറേഷൻ. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും മറക്കില്ല. ജസ്റ്റ് ലുക്ക് ദേർ. 4ന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? 4 F അല്ലെ. ഈ എഫിന്റെ മുകളിലുള്ള ലൈന് നീട്ടിയിട്ട് അപ്പൊ എന്തായി? ഡ്യൂറേഷൻ. അവിടെ കുറെ വർക്കുകൾ ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്, എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അപ്പം 4 എന്ന് പറയുമ്പോൾ എഫിന്റെ ആ നടുക്കുള്ള ലൈൻ ഇങ്ങനെ നീട്ടിയിടുന്നതായിട്ട് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി എന്താണ്? ഡ്യൂറേഷൻ. സിൻസിന്റെയോ ഈ മുകളിലുള്ള ഡോട്ട് കണ്ട മനസ്സിലായി എന്താണ്? സ്പെസിഫിക് ടൈം. അത്രയേ ഉള്ളൂ. ഇത് തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 2 minutes വേണ്ട, വേറെ ഒന്നും വേണ്ട. കുറച്ച് എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ച് നീണ്ടുപോയത് അല്ലേ. നമ്മൾ തുടക്കത്തിൽ പറയാണ് സിൻസ് എന്ന് പറയുന്നതിന്റെ മുകളിലുള്ള ഡോട്ട് മാത്രം ഓർത്താൽ മതി. 4 എന്ന് പറയുന്നതിന്റെ എഫ് ഒന്ന് നീട്ടി എഴുതിയാൽ മതി.
അത് ഡ്യൂറേഷൻ. ഇത്ര കാര്യങ്ങൾ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ ജസ്വിനെ? ഇവിടെ കലണ്ടറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ ജസ്വിനെ? യെസ്. എന്താണ് ജസ്വിന് മനസ്സിലായത്? ഫോറും സിൻസിന്റെയും വ്യത്യാസം. ഫോറും സിൻസിന്റെയും വ്യത്യാസം അത് ഈസി ആയിട്ട് എങ്ങനെ മനസ്സിലാക്കാം? നമ്മുടെ എക്സാമ്പിൾ പറഞ്ഞ് ഈസി ആയിട്ട് എങ്ങനെ മനസ്സിലാക്കാം? സിൻസിന് ഒരു സ്റ്റാർട്ടിംഗ് പീരീഡ് ഉണ്ട്. സിൻസിന് ഒരു സ്റ്റാർട്ടിംഗ് പീരീഡ് ഉണ്ട്. അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഓർത്തിരിക്കാം? കലണ്ടറിൽ ഓർത്തിരിക്കാം. പിന്നെ ഒരു സ്റ്റാർട്ടിംഗ് പീരീഡ് ഉണ്ട്. നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ സാധിക്കും അല്ലെ? ആദ്യം നമ്മുടെ കൈ നോക്കുക. കൈ നീട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ചെയ്യുന്നത് സ്പെസിഫൈ ചെയ്യുന്നതാണ്. അതെന്താണ്? സിൻസ് ആണ്. പിന്നെ എന്തുണ്ട്? കലണ്ടർ ഉണ്ട്, ക്ലോക്ക് ഉണ്ട്. പിന്നെ നമ്മുടെ ഏറ്റവും ഈസി ആയിട്ടൊരു കാര്യം പറഞ്ഞില്ലായിരുന്നോ? സിൻസിന്റെ മുകളിലെ പോയിന്റ്, ഡോട്ട്, സ്റ്റാർട്ടിംഗ് പോയിന്റ്. 4 ആകുമ്പോ എഫിന്റെ ലൈൻ ഇങ്ങനെ നീട്ടി എഴുതുക. അപ്പൊ എന്തായി? ഡ്യൂറേഷൻ ആയി. നമുക്ക് ആ ഗ്രാഫിൽ നോക്കിക്കേ. ഗ്രാഫിൽ നോക്കുമ്പോ എന്തില്ല? സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇല്ല. ഇവിടെ നമ്മൾ എത്ര സമയത്ത് സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുന്നില്ല. നമ്മുടെ പ്രസന്റിലേക്കാണ് വന്നിരിക്കുന്നത്. സോ ഈ രണ്ട് ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുവാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും എന്ത് സംഭവിക്കില്ല? കൺഫ്യൂഷൻ ഉണ്ടാകില്ല. ഫോർ എവിടെ ചേർക്കണം, സിൻസ് എവിടെ ചേർക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല. സോ ഇതുപോലെയുള്ള വ്യത്യസ്തമായ ട്രിക്കുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇത് വാച്ച് ചെയ്യുന്ന ഇന്ന് തന്നെ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം. ഓക്കെ, ജസ്റ്റിന്റെ ടാസ്ക് ഇത്രയാണ്. ഇപ്പൊ ഞാൻ 2-3 ഐഡിയാസ് പറഞ്ഞു അല്ലെ, എങ്ങനെയാണ് സിൻസും ഫോറും ഓർത്തിരിക്കുന്നതെന്ന്. അതുപോലെ ജസ്വിന് ഇതേപോലെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾ കാണുന്നവരെല്ലാവരും ഇതേപോലെ എന്തെങ്കിലും പുതിയ ഐഡിയാസ് ഓർത്തിരിക്കാനുള്ള ട്രിക്സ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഇറ്റ് വിൽ ബെനിഫിറ്റ് യു ആസ് വെൽ ആസ് നമ്മളെ എല്ലാവർക്കും ഷെയർ ചെയ്യണം. സോ അതുപോലെ തന്നെ കമന്റ് ചെയ്യാൻ മറക്കരുത്. സിൻസിന്റെയും ഫോറിന്റെയും 10 എക്സാമ്പിൾസ് വെച്ച് ഇന്ന് തന്നെ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അടുത്ത് കമന്റ് ചെയ്യുന്ന ആൾ അത് കറക്റ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ താങ്ക് യു ഫോർ ബീങ് ഹിയർ. നിങ്ങൾ ഇത് വാച്ച് ചെയ്തത് താങ്ക് യു. പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ്. നമുക്ക് ലൈവ് ക്ലാസ്സുകളുണ്ട്. ഇതിനേക്കാളും വ്യത്യസ്തമായ ഭംഗിയായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കും. സോ കോൺടാക്ട് ദ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ദിവസം കാണുന്നവരെ ബൈ ബൈ. This is Jin signing out from Fluent Now.